ജില്ലയെ ഞെട്ടിച്ച് വീണ്ടും ഗാർഹിക അതിക്രമത്തിന്റെ ദാരുണമായൊരു അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ജില്ലയിലെ പല്ലഞ്ചാത്തന്നൂരിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ രൂക്ഷമായ തർക്കത്തിനൊടുവിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. പല്ലഞ്ചാത്തന്നൂർ പൊള്ളാപ്പടം സ്വദേശി വാസു എന്നയാളാണ് ഭാര്യ ഇന്ദിരയെ കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന ഉടൻ തന്നെ പ്രദേശവാസികളെയും പോലീസിനെയും അറിയിച്ചതിനെ തുടർന്ന് പ്രതിയായ വാസുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വർഷങ്ങളായി നീണ്ടുനിന്ന കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം. വാസുവും ഇന്ദിരയും തമ്മിൽ വീട്ടിൽ വെച്ച് രൂക്ഷമായ വാക്കുതർക്കമുണ്ടാകുകയും ഇത് പെട്ടെന്ന് കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തു. ഈ വൈരാഗ്യത്തിനിടെ വാസു മാരകായുധം ഉപയോഗിച്ച് ഇന്ദിരയെ വെട്ടുകയായിരുന്നു. വെട്ടേറ്റ ഇന്ദിര സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കൊലപാതകം നടന്നയുടൻ അയൽവാസികളും നാട്ടുകാരും സംഭവം അറിഞ്ഞു. ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിയായ വാസുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വാസുവും ഇന്ദിരയും തമ്മിൽ ഏറെക്കാലമായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് വ്യക്തിപരമായ വിഷയങ്ങളിലും ഉണ്ടായ തർക്കങ്ങൾ പതിവായിരുന്നു. ഈ തർക്കങ്ങൾ പലപ്പോഴും വഴക്കിലും കയ്യാങ്കളിലും എത്താറുണ്ടായിരുന്നുവെന്നും ഇത്തരം കുടുംബ വഴക്കുകൾ പലപ്പോഴും നാട്ടുകാർ ഇടപെട്ടാണ് പരിഹരിച്ചത് എന്നുമായിരുന്നു സൂചന. എന്നാൽ പ്രശ്നപരിഹാരത്തിനായുള്ള എല്ലാ ശ്രമങ്ങൾക്കും താൽക്കാലിക ആശ്വാസം മാത്രമേ പ്രദേശവാസികൾക്ക് നൽകാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഗാർഹിക പീഡനങ്ങളുടെ തുടർക്കഥയാണ് ഈ കൊലപാതകത്തിലൂടെ വീണ്ടും പുറത്തു വരുന്നത്. കുടുംബാംഗങ്ങൾക്കിടയിലെ മാനസിക സമ്മർദ്ദങ്ങളും ആരോഗ്യകരമല്ലാത്ത ബന്ധങ്ങളും എത്രത്തോളം അപകടകരമായ ഫലങ്ങളിലേക്ക് നയിക്കുമെന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം നിലകൊള്ളുന്നു. ഒരു നിമിഷത്തെ വൈകാരിക പ്രകോപനം ഒരു കുടുംബത്തെ മുഴുവനായി തകർത്തിരിക്കുകയാണ്. പ്രതിയായ വാസുവിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും സംഭവത്തിന്റെ കൃത്യമായ കാരണം എന്താണെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയും ചെയ്യും. കേരളത്തിൽ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന നിരവധി ഗാർഹിക അതിക്രമങ്ങളുടെ പട്ടികയിലേക്ക് ഈ സംഭവവും ചേർക്കപ്പെടുന്നു. നിയമപരവും സാമൂഹികമായ ഇടപെടലുകളിലൂടെ മാത്രമേ ഇത്തരം ദാരുണമായ അന്ത്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കൂ എന്ന വലിയ പാഠമാണ് ഓരോ കൊലപാതകവും സമൂഹത്തിന് നൽകുന്നത്.